ഗുരുവായൂരിൽ സംഘടിപ്പിച്ച നാദബ്രഹ്മോത്സവവും സമാദരണ സദസ്സും ശ്രദ്ധേയമായി. MT, നടൻ മധു, തിരുവിഴ ജയശങ്കർ എന്നിവരെ സുവർണമുദ്ര നൽകി ആദരിച്ചു. എടമുട്ടം പാലപ്പെട്ടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മാലിങ്കര എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് അരിയങ്ങാടിയിലെ മത്സ്യക്കച്ചവടം നഗരസഭയും പോലീസും ചേർന്ന് തടഞ്ഞു. നഗരം ചീഞ്ഞു നാറുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി. ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ പിഞ്ചുകുഞ്ഞ് മരിച്ചു. കാഞ്ഞിരശ്ശേരി മഞ്ജുനാഥന്റെ മകൻ പ്രണവാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കൊരട്ടി കോന്നൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ വെട്ടേറ്റ് മരിച്ചു. കൊരട്ടി സ്വദേശി ആൻഡ്രൂസ് ആണ് വെട്ടേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിൽ. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ പിഞ്ചുകുഞ്ഞ് മരിച്ചു. കാഞ്ഞിരശ്ശേരി ചെമ്പൻപടി മഞ്ജുനാഥന്റെ മകൻ 1.5 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. ജനനേന്ദ്രിയ ശസ്ത്രക്രിയയ്ക്കിടെ ബുധനാഴ്ച രാവിലെയാണ് മരിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടി ഛർദ്ദിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശ്വാസനാളത്തിൽ ഛർദ്ദിച്ചത് കുടുങ്ങിയതിനെ തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതേസമയം സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തി. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് ഡെപ്യൂട്ടി DMO TCVയോട് പറഞ്ഞു. കൊരട്ടി കോന്നൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ വെട്ടേറ്റ് മരിച്ചു. കൊരട്ടി സ്വദേശി പുതുശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള ആന്റണി എന്ന ആൻഡ്രൂസ് ആണ് വെട്ടേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് വാൽപ്പാറ സ്വദേശി കാസിലപ്പറമ്പിൽ മഹാദേവനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 മഹാദേവന്റെ കോന്നൂരിലുള്ള വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. സംശയാസ്പദമായ സാഹചര്യത്തിൽ തന്റെ വീട്ടിലെത്തിയ ആന്റണിയെ വെട്ടുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ആന്റണി വന്ന ഓട്ടോറിക്ഷ സമീപത്ത് പാർക്ക് ചെയ്തിരുന്നു. കഴുത്തിനും തലയ്ക്കും വെട്ടേറ്റ ആന്റണിയെ നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തന്റെ ഭാര്യയെ ശല്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് നേരത്തെ മഹാദേവൻ ആന്റണിക്കെതിരെ കൊരട്ടി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. വീട്ടിലെത്തിയ ആന്റണി തന്നെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും മഹാദേവൻ പോലീസിനോട് പറഞ്ഞു. CI VT ഷാജന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. ഗുരുവായൂർ കിഴക്കേനടയിലെ റെയിൽവേ ഗേറ്റിനടുത്ത് ട്രാക്കിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 30 വയസ്സ് തോന്നിക്കുന്ന ഇയാൾ അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. ഗുരുവായൂർ CI K സുദർശന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പഴഞ്ഞിയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് തൊഴിലാളി മരിച്ചു. കൊരട്ടിക്കര കോതം കണ്ടത്ത് 47 വയസ്സുള്ള വാസുദേവൻ എന്ന അനിയനാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ ഓട് മാറ്റുന്നതിനായി വീടിന് മുകളിൽ കയറിയപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു. +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അരിമ്പൂർ കുഴിപ്പറമ്പിൽ പരേതനായ രാധാകൃഷ്ണന്റെ മകൻ 17 വയസ്സുള്ള അഖിലിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നാൾ ചെറുശ്ശേരി വിവേകാനന്ദ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന അഖിൽ മാസങ്ങൾക്ക് മുൻപാണ് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നതിനായി മണലൂരിലെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. ചൊവ്വാഴ്ച വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് സംഭവമെന്ന് കരുതുന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അഖിൽ. വലപ്പാട് കോതക്കുളം ബീച്ചിൽ പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ വീടുകൾക്ക് നേരെ ആക്രമണം. 5 വീടുകൾക്ക് നേരെയാണ് സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തിയത്. വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു. ചൊവ്വാഴ്ച രാത്രി 11:30 സംഭവങ്ങൾക്ക് തുടക്കം. ആയുർവേദ ആശുപത്രിക്ക് കിഴക്ക് മഞ്ഞളി ഔസേപ്പിന്റെ വീടിന് നേരെയാണ് ആദ്യാക്രമണം നടന്നത്.
ഇതിന് പിന്നാലെ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ ആയുർവേദ ആശുപത്രിക്ക് തെക്ക് ഇരിങ്ങാതുരുത്തി മനോജ്, ഇരിങ്ങാതുരുത്തി ബാബു എന്നിവരുടെ വീടുകളും ആക്രമിക്കപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ ബീച്ച് റോഡിൽ കൊട്ടുക്കൽ റിബ്സൺ, കരിപ്പാടത്ത് ജ്ഞാനശ്രീ മിത്രൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയും സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തി. സംസ്ഥാന കേരളോത്സവത്തിൽ ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ലക്ഷ്മി സുദർശനൻ ലഭിച്ചു. കുമ്പിടി സ്വദേശിയായ സുദർശനന്റെ മകളായ ലക്ഷ്മിക്ക് കുച്ചിപ്പുടിയിൽ എ ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്. ഈ 2 ഇനത്തിലും ജില്ലയിൽ 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാന തലത്തിൽ മത്സരിച്ചത്. പുതുവത്സരാഘോഷത്തിനിടയിൽ എറിയാട് വീടുകൾക്ക് നേരെ ആക്രമണം. എറിയാട് ചേരമാൻ പടിഞ്ഞാറ് വശമാണ് 3 വീടുകൾക്ക് നേരെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ആക്രമണമുണ്ടായത്. പരാശ്ശേരി ശശിയുടെ വീടിന്റെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്ത അക്രമികൾ സമീപത്തുള്ള കൈമാപ്പറമ്പിൽ വിശ്വാമിത്രൻ, ഹനീഫ എന്നിവരുടെ വീടുകളിലെ ചെടിച്ചട്ടികൾ നശിപ്പിച്ചു. ഈ പ്രദേശത്തെ പൊതു ടാപ്പും നശിപ്പിച്ചിട്ടുണ്ട്. അക്രമം നടന്ന വീട്ടുടമ ശശിയും വിശ്വാമിത്രനും CPM പ്രവർത്തകരും ഹനീഫ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനുമാണ്. കാണിപ്പയ്യൂരിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശികളായ 3 പുരയ്ക്കൽ നാണു, ഭാര്യ ശാരദ, രാജൻ, പ്രകാശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമൃത ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ കാണിപ്പയ്യൂരിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് മൃഗാശുപത്രിയിലെ ഡോക്ടർ സുധീഷ് കുമാർ നിരുത്തരവാദപരമായി പെരുമാറുന്നു എന്നാരോപിച്ച് എരുമപ്പെട്ടി കരിയന്നൂർ പ്രദേശത്തെ 50ഓളം ക്ഷീര കർഷകർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് നടത്തി. മൃഗങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യങ്ങൾക്ക് അമിത ഫീസ് ഈടാക്കുന്നുവെന്നും അധിക ഫീസ് നൽകാത്തവർ വിളിക്കുമ്പോൾ ഡോക്ടർ എത്തുന്നില്ലെന്നുമാണ് പരാതി. വകുപ്പ് അധികാരികൾക്കും മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഓഫീസിലെത്താതിരുന്നതിനെ തുടർന്ന് കളക്ടറെ കണ്ട് വിവരം ധരിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി. ക്ലബ് പ്രസിഡന്റ് ബോബി ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. ഈ വർഷത്തെ വനിതാരത്നം അവാർഡ് ജേതാവ് ടീന ടിനോയെ ആദരിച്ചു. സെക്രട്ടറി KK ബാലകൃഷ്ണൻ, ഫ്രാങ്കോ ചിറമൽ, ഫ്രാൻസിസ് പോൾ ടി, KV മധു, സജി സണ്ണി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. Youthinaria best, youthful surprises. Shades and style, latest type fashion, lowest price attraction. Kalyan Silks, Stars Collections. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബത്തി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചെടുക്കാൻ പറ്റണ്ടേ? ഞാനും ഇപ്പൊ B2B ആട്ടയാ കഴിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. പുതുവർഷ പുലരിയിൽ ഗുരുവായൂരിൽ നാദബ്രഹ്മോത്സവവും സമാദരണ സദസ്സും നടത്തി. നാഗസ്വര തകിൽ വാദകർ, ആസ്വാദകർ എന്നിവർ സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ക്ഷേത്രത്തിൽ നിന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് നാഗസ്വരത്തിന്റെ അകമ്പടിയിൽ ദീപം പകർന്നു. തുടർന്ന് നിരവധി നാഗസ്വര തവിൽ വാദകർ ചേർന്ന് ഗുരുവായൂരപ്പന് മംഗളവാദ്യ സമർപ്പണം നടത്തി. സമാദരണ സദസ്സ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. MT വാസുദേവൻ നായർ, നടൻ മധു, നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ എന്നിവർക്ക് ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സുവർണ മുദ്ര സമ്മാനിച്ചു. നാഗസ്വര തവിൽ ആചാര്യന്മാരായ കൊടുവായൂർ ശക്തിവേൽ, പല്ലാവൂർ കൃഷ്ണൻകുട്ടി, മങ്കുമ്പ് രാജൻ, പഴയന്നൂർ അച്യുതൻ നായർ, ചെങ്ങന്നൂർ പ്രഭാകര പണിക്കർ എന്നിവരെ ഗുരുദക്ഷിണ നൽകി ആദരിച്ചു. ഗുരുവായൂർ മുരളി, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഫാദർ വിൽസൺ തറയിൽ,
ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടം പാലപ്പെട്ടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിച്ച് റോഡരികിൽ ബസ് കാത്തുനിന്ന 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. എടമുട്ടം സ്വദേശികളായ അർജുൻ, ആദർശ്, ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടിക ഗാൾഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാലിങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥികളാണ് പരിക്കേറ്റവർ. ബുധനാഴ്ച രാവിലെ പാലപ്പെട്ടി ഐസ് ഫാക്ടറിക്ക് മുൻപിൽ കോളേജ് ബസ് കാത്തു നിൽക്കുന്നതിനിടയിലാണ് അപകടം. തൃപ്രയാർ ഭാഗത്ത് നിന്ന് അമിത വേഗത്തിലെത്തിയ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ വിദ്യാർത്ഥികളുടെ മേൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ ബസ് ചന്ദ്രാപിന്നിയിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞിട്ടു. വലപ്പാട് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് അരിയങ്ങാടിയിലെ മത്സ്യക്കച്ചവടം നഗരസഭയും പോലീസും ചേർന്ന് തടഞ്ഞു. നഗരം ചീഞ്ഞു നാറുന്നതായി വ്യാപാരികൾ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. മത്സ്യവണ്ടികൾ കസ്റ്റഡിയിലെടുത്ത പോലീസ് പിടിച്ചെടുത്ത മത്സ്യം ബ്ലീച്ചിംഗ് പൗഡറിട്ട് കുഴിച്ചുമൂടി. ചാവക്കാട് ASIമാരായ MK ഷാജി, VI സഗീർ, നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മത്സ്യവിൽപ്പന തടഞ്ഞത്. മത്സ്യത്തിൽ ബ്ലീച്ചിംഗ് പൗഡറിട്ട് വാഹനമടക്കം നഗരസഭയുടെ മാലിന്യ വണ്ടിയിൽ കൊണ്ടുപോയി. അരിയങ്ങാടിയിൽ മത്സ്യവിൽപ്പന അനുവദിക്കില്ലെന്ന് SI MK ഷാജി അറിയിച്ചു. ിടെ കുഞ്ഞു മരിക്കാനിടയായ സംഭവത്തിൽ CPM പ്രവർത്തകർ ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് മുൻപിലേക്ക് പ്രകടനവും തുടർന്ന് റോഡിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. CPM ഏരിയ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM മൊയ്തു, PN സുരേന്ദ്രൻ, NK പ്രമോദ് കുമാർ, KP മദൻ എന്നിവർ സംസാരിച്ചു. കുഞ്ഞു മരിക്കാനിടയായ സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണു. യാത്രക്കാർ ഓടിമാറിയതിനാൽ അപകടമൊഴിവായി. പ്ലാസ്റ്റർ അടർന്നു വീണ സമയത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ സ്റ്റാൻഡിലുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെക്കുറിച്ച് നഗരസഭ എഞ്ചിനീയർ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് പുതിയ കെട്ടിടം പണിയുന്നതിന് പ്ലാൻ തയ്യാറാക്കിയിരുന്നുവെങ്കിലും ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പകരം അറ്റകുറ്റപ്പണി നടത്തി സ്വകാര്യ പരസ്യ കമ്പനിക്ക് കൈമാറുകയായിരുന്നു. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് കൊടകരയിൽ CPM പ്രവർത്തകർ പ്രകടനം നടത്തി. PR പ്രസാദൻ, KC ജെയിംസ്, KV നൈജോ, CM ബബീഷ് എന്നിവർ നേതൃത്വം നൽകി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 20 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് സ്വദേശി ആത്രപ്പുള്ളി സുനിൽകുമാറാണ് പിടിയിലായത്. ബിവറേജസ് ഷോപ്പുകളും ബാറുകളും അവധിയായതിനാൽ അധിക വിലയ്ക്ക് വിൽക്കാനായി സൂക്ഷിച്ച മദ്യമാണ് കണ്ടെത്തിയത്. സ്ഥിരമായി മേഖലയിൽ മദ്യവിൽപ്പന സജീവമാണെന്ന വിവരത്തിൽ അഡീഷണൽ SI ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മദ്യവിൽപ്പന കണ്ടെത്തിയത്. ചേലക്കര നാട്യൻചിറയിലുള്ള റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ്, പഞ്ചസാര എന്നിവ കരിഞ്ചന്തയിലേക്ക് കടത്തുന്നതിനായി കൊണ്ടുപോയിരുന്ന മിനി ട്രക്ക് പോലീസ് പിടികൂടി. ചേലക്കര CI മഹേന്ദ്രസിംഹന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനു സമീപത്ത് വച്ചാണ് വാഹനം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനത്തിലുണ്ടായിരുന്ന 2 പേരെ കസ്റ്റഡിയിലെടുത്തു. തിരുമിറ്റക്കോട് സ്വദേശികളായ പ്ലാക്കടത്തിൽ ഉമ്മർ, ഇരുമ്പകശ്ശേരി അച്ചരിക്കുന്നത്ത് നൂറുദ്ദീൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പരിശോധനയിൽ കാലിച്ചാക്ക് കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്ന 3 ചാക്ക് ഗോതമ്പും 2 ചാക്ക് പഞ്ചസാരയും കണ്ടെത്തി. ഒരിടവേള. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
സ്വർണ്ണാഭരണങ്ങൾ എന്നും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായിരിക്കണം സ്വർണം. ചക്കാലക്കൽ സദേൺ ഗോൾഡ് പാലിക്കുന്നു ഈ സത്യം. വിശ്വസ്ത സേവനത്തോടൊപ്പം അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള 916 BIS ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും ഏറ്റവും വലിയ കളക്ഷൻസ്, ഏറ്റവും മികച്ച സെലക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഇനി തിളങ്ങും നമ്മുടെ സംസ്കാരം സദേൺ സ്വർണം പോലെ. ചക്കാലക്കൽ സദേൺ ഗോൾഡ്, തൃശൂർ, പാലക്കാട്, എറണാകുളം, ദുബായ്, ഷാർജ. വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിലെ പഴയ പെട്രോൾ പമ്പ് ജംഗ്ഷനു സമീപം KSRTC ബസ് പിക്കപ്പ് വാനിലിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളത്തേക്ക് പോയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് തൃശൂരിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് ഗ്ലാസ് കയറ്റിപ്പോയിരുന്ന പിക്കപ്പ് വാനിന് പുറകിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിന്റെ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞ വാനിലെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നുപോയി. തൃശൂർ ചിന്മയ മിഷനും തിരുവുള്ളക്കാവ് ദേവസ്വവും സംയുക്തമായി നടത്തുന്ന ശ്രീമദ് ഭാഗവത ഗീതജ്ഞാന യജ്ഞം സ്വാമി ചിദാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. തിരുവുള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് മുല്ലനേഴി ശിവദാസൻ നമ്പൂതിരി അധ്യക്ഷനായി. ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ഗംഭീരാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമിനി സംഹിതാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യ. ഈ മാസം 7-ന് യജ്ഞം സമാപിക്കും. കുളമ്പുരോഗ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്തും കേരള മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി കാലിത്തീറ്റ വിതരണം ചെയ്തു. പുലാക്കോട് ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദേവൻ പള്ളത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ചെഞ്ചു മറിയ അധ്യക്ഷയായിരുന്നു. 47 ക്ഷീര കർഷകർക്കാണ് ആനുകൂല്യം ലഭിച്ചത്. കണ്ടശാംകടവ് വിളക്കുംകാൽ സെന്ററിനു സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ആലുവ UC കോളേജിന് സമീപം താമസിക്കുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയും കുട്ടിയും സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീണു. ബൈക്കിനെ ഇടിച്ച കാർ സമീപത്തെ മതിലിലിടിച്ചാണ് നിന്നത്. പരിക്കേറ്റ ബൈക്ക് യാത്രികരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തനത് സാംസ്കാരിക കലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് യുവസമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നുവെന്ന് തുള്ളൽ കലാനിധി പ്രൊഫസർ കലാമണ്ഡലം ഗീതാനന്ദൻ അഭിപ്രായപ്പെട്ടു. ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ചേലക്കര ദേശം ബ്രോഷർ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കര ദേശം മുഖ്യ രക്ഷാധികാരി രവീന്ദ്രൻ ആദ്യ ബ്രോഷർ ഏറ്റുവാങ്ങി. ദേശം പ്രസിഡന്റ് K സന്താനഗോപാലൻ അധ്യക്ഷനായി. ഭൂമിയെ കേൾക്കൂ, ഭാവിയെ കാണൂ എന്ന സന്ദേശവുമായി ചാലക്കുടി SH കോളേജ് ഊർജ്ജ പരിസ്ഥിതി സംരക്ഷണ പ്രദർശനവും സെമിനാറും നടത്തി. KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. BD ദേവസി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ MS ജയ മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി റിഫൈനറി മാനേജർ C ജയചന്ദ്രൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, പ്രിൻസിപ്പാൾ സിസ്റ്റർ ഏഞ്ചൽ റോസ് എന്നിവർ സംസാരിച്ചു. എടക്കഴിയൂർ നാലാംകല്ല് ഹാജിയർ പള്ളിക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. പള്ളിയിലെ ഹൗൾ അടിച്ചു തകർത്ത അക്രമികൾ തൊട്ടടുത്ത മദ്രസയിലെ നബിദിനം സ്വാഗത സംഘം ഓഫീസിനു നേരെയും ആക്രമണം നടത്തി. സമീപത്തുള്ള തട്ടുകട, അക്വേറിയവും പക്ഷിക്കൂടുകളും വിൽപ്പന നടത്തുന്ന കട എന്നിവയ്ക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 3-ഓടെയാണ് സംഭവം. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരെ അക്രമി സംഘം ഭീഷണിപ്പെടുത്തി. സംഭവമറിഞ്ഞ് ചാവക്കാട് CI KG സുരേഷ്, SI-മാരായ MK ഷാജി, VI സഗീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. എരുമപ്പെട്ടി നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിലെ ആയുർവേദ ആശുപത്രിയിലേക്ക് പുതിയതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ബാബു M പാലശ്ശേരി MLA നിർവഹിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 6.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സഫീന അസീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK നാരായണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൾ കൈമൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിശ്വാസത്തിന്റെ ദൃഢതയിൽ സൈക്കിളിൽ വേളാങ്കണ്ണി തീർത്ഥയാത്ര നടത്തുകയാണ് കൊച്ചി കുമ്പളങ്ങിയിൽ നിന്നുള്ള 11-അംഗ തീർത്ഥാടക സംഘം. തുടർച്ചയായി 4-ാം വർഷമാണ് പുതുവർഷ ദിനത്തിൽ ഇവർ വേളാങ്കണ്ണി മാതാവിനെ ദർശിക്കാൻ സൈക്കിളിൽ പോകുന്നത്. കുമ്പളങ്ങി നോർത്ത് സെന്റ് ജോസഫ് പള്ളിയിലെ മലയാറ്റൂർ കാൽനട തീർത്ഥാടക സംഘത്തിൽപ്പെട്ടവരാണ് ഇവർ. 56-കാരനായ ജോസി വട്ടത്തറ പറമ്പിലാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്.
കുമ്പളങ്ങി മുതൽ വേളാങ്കണ്ണി വരെയുള്ള 540 കിലോമീറ്റർ ദൂരം ഇവർ 5 ദിവസം കൊണ്ട് പിന്നിടും. അടുത്ത വർഷം സൈക്കിൾ ഉപേക്ഷിച്ച് വേളാങ്കണ്ണിക്ക് കാൽനടയായി പോകാനാണ് തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെന്ന് സംഘത്തിലെ സീനിയർ അംഗം ജോസി വട്ടത്തറപ്പറമ്പിൽ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നിയാണ് ഇങ്ങനെ സൈക്കിളിലേക്ക് പോകണമെന്നുള്ളത്. അങ്ങനെ എൻ്റെ കൂട്ടുകാരോട് ആദ്യം പറഞ്ഞു, രണ്ടാമത് ഒരാൾ പറഞ്ഞപ്പോൾ അയാളും പറഞ്ഞു ഓക്കെ അടിച്ച്. അങ്ങനെ എൻ്റെ മനസ്സിൽ അപ്പോൾ എന്ന് പോകണമെന്ന് അങ്ങനെ തോന്നിയപ്പോൾ ജനുവരി വർഷങ്ങളോളം നീണ്ട പദ്ധതികൾക്കും സമരപരിപാടികൾക്കും ഒടുവിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ അക്ഷയ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന മണി അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ ബെന്നി ആന്റണി, ഷീജ ഉണ്ണികൃഷ്ണൻ, അക്ഷയ ബ്ലോക്ക് കോർഡിനേറ്റർ ധന്യ മേനോൻ, ലിജോ ജോർജ് എന്നിവർ സംസാരിച്ചു. പ്രമുഖ അഭിഭാഷകനും സിനിമാ നിർമ്മാതാവുമായിരുന്ന KMA റഹീം അനുസ്മരണം കുന്നംകുളം പ്രസ് ഫോറം ഹാളിൽ നടന്നു. കുന്നംകുളത്തിന്റെ കലാസാംസ്കാരിക കൂട്ടായ്മയായ ഫെയ്സ് ആണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. VK ശ്രീരാമൻ, ബെന്നി സാരഥി, KC ബാബു, ഇറ്റി മാത്യു, അഡ്വക്കേറ്റ് PV ചന്ദ്രൻ, PG ജയപ്രകാശ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ ഹമ്പിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അടയാളം രേഖപ്പെടുത്തി. അടയാളമില്ലാത്തതിനാൽ ഹമ്പിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരുന്നു. ഇതേ തുടർന്നാണ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഹമ്പുകളിൽ അടയാളം രേഖപ്പെടുത്തിയത്. ഇതിനിടയിൽ റോഡിലൂടെ കടന്നുപോവുകയായിരുന്ന കുന്നംകുളം DYSP TC വേണുഗോപാൽ സ്ഥലത്തിറങ്ങി കേഡറ്റുകളെ അഭിനന്ദിച്ചു. പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി കേഡറ്റുകൾ DYSPക്ക് കേക്ക് നൽകി. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് എരുമപ്പെട്ടി SI NK കുമാരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീദേവി, ആന്റോ, ആൽബർട്ട് തമ്പി, CV സിൽജി തുടങ്ങിയവർ നേതൃത്വം നൽകി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. DCC അംഗം AP മുഹമ്മദുണ്ണി, കൌൺസിലർമാരായ KP ഉദയൻ, OKR മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കുടുംബ വഴക്കിനിടെ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയവർ തമ്മിൽ ഏറ്റുമുട്ടി. ബുധനാഴ്ച പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. ആശുപത്രി കാഷ്വാലിറ്റി കൌണ്ടർ ഡോറും ചില്ലുകളും സംഘർഷത്തിൽ തകർന്നു. സംഭവത്തിൽ പരിക്കേറ്റ് 3 പേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടവല്ലൂർ കൊട്ടിലങ്ങ വളപ്പിൽ അമൽ, അക്ഷയ്, എയ്യാൽ, അരണംകോട്ട് ദേവകി എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് എയ്യാൽ, അരണംകോട്ട് പ്രജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബന്ധുക്കളായ ഇവർ രാത്രി വീട്ടിൽ വെച്ച് തർക്കവും സംഘർഷവും നടത്തിയിരുന്നു. തുടർന്ന് ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഇവിടെ വെച്ചും ഏറ്റുമുട്ടുകയായിരുന്നു. ആശുപത്രി ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടപടിയെടുത്തു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ പ്രകടനം നടത്തി. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. പ്രകടനത്തിന് DCC സെക്രട്ടറി MS അനിൽകുമാർ, അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര, KK ശോഭനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. നേതാക്കളായ വിജേഷ് വടക്കേടത്ത്, സജി പടിയൂർ, KP ടിജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി ബ്യൂറോ റിപ്പോർട്ടർ AM റഷീദിനെ കടങ്ങോട് മനപ്പടി സഹൃദയവേദി പൂരാഘോഷ കമ്മിറ്റി ആദരിച്ചു. പുതുവത്സര ദിനത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു റഷീദിനെ ആദരിച്ചത്. എരുമപ്പെട്ടി SI NK കുമാരൻ റഷീദിനെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി. സഹൃദയ പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഷാജു വാഴപ്പിള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗം ജാനകി പത്മജൻ, വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PS പ്രസാദ്, CA ഇബ്രാഹിം, KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. തളിക്കുളം പുതുക്കുളത്ത് DYFI നേതാവിനെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. DYFI പുതുക്കുളം സർദാർ യൂണിറ്റ് സെക്രട്ടറി PM ഷംസീറിനാണ് മർദ്ദനമേറ്റത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന അലിനാസ് ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതി. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറിയതിനെ ചോദ്യം ചെയ്തതിനാണ് ഷംസീറിനെ മർദ്ദിക്കാൻ കാരണമെന്ന് പറയുന്നു. തർക്കത്തെ തുടർന്ന് പുതുക്കുളത്ത് ബസ്സിറങ്ങിയ ഷംസീറിനെ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഷംസീറിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത ദർശന തിരുനാൾ ആഘോഷിച്ചു.
ദിവ്യബലിക്ക് ഫാദർ ബാസ്റ്റൻ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ സലീഷ് അറങ്ങാശ്ശേരി സഹകാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പുതുവത്സര രാത്രിയിൽ തായ്നഗർ ബലിപ്പറമ്പ് കോളനിയിൽ വീട്, ബസ് സ്റ്റോപ്പ്, ക്ലബ്ബ് എന്നിവയ്ക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. മൂത്തേരി ഷൺമുഖന്റെ വീട്, കൈരളി ക്ലബ്ബ് എന്നിവർക്കു നേരെ ആക്രമണം നടത്തിയവർ തായ്നഗറിലെ ബസ് സ്റ്റോപ്പും ഡിവൈഎഫ്ഐയുടെ വാർത്താ ബോർഡും അടിച്ചു തകർത്തിട്ടുണ്ട്. വീടിന്റെ മുൻവശത്തെ ജനൽ ചില്ലുകളാണ് തകർത്തത്. ക്ലബിന്റെ ബോർഡും തകർത്ത് പ്രദേശത്ത് നിരത്തിയിട്ട നിലയിലാണ്. ബുധനാഴ്ച പുലർച്ചെ 2ഓടെയാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആക്രമണത്തിന് ഇരയായ വീട്ടുകാർ മതിലകം പോലീസിൽ പരാതി നൽകി. മണലൂരിൽ അയൽവാസികൾ മതിൽ തകർത്തതായി പരാതി. കെട്ടുങ്ങൽ സെന്ററിന് പടിഞ്ഞാറ് താമസിക്കുന്ന പണ്ടാരൻ വാസന്റെ മതിലാണ് തകർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് സമീപവാസികൾക്കെതിരെ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 18 ഇനം നാടൻ നെൽവിത്തുകളുടെ വിളവെടുപ്പ് ഉത്സവം പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ പുതുക്കാട് ജൈവ വൈവിധ്യ ഉദ്യാനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കൃഷി നടപ്പിലാക്കിയത്. പ്രധാന അധ്യാപിക പി ഉഷാദേവി, രഞ്ജൻ എസ് കരിപ്പായി, CP ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അഗതികൾക്ക് മധുരവും സാന്ത്വനവും നൽകി ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാർ പുതുവത്സരം ആഘോഷിച്ചു. മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ നേതൃത്വത്തിലാണ് അഗതി മന്ദിരത്തിലും നഗരസഭയുടെ പകൽ വീട്ടിലുമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ RK ജയരാജ് അധ്യക്ഷത വഹിച്ചു. കിഴുപ്പുള്ളിക്കര നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ സമാഹരിച്ച പണം നിർധന കുട്ടികൾക്ക് യൂണിഫോം വാങ്ങാൻ നൽകി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TC ബൈജു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ മുഹമ്മദ് ഷാഹിൽ പ്രധാന അധ്യാപികയ്ക്ക് തുക കൈമാറി. ഭർത്താവ് ഉപേക്ഷിച്ച് നിരാലംബയായി വീട്ടമ്മയ്ക്ക് മട്ടുപ്പാവിലെ കൃഷി അത്താണിയായി. ചന്ദ്രാപിന്നി ചിറക്കലിൽ വാടക വീട്ടിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ സുബൈദയാണ് ഇത്തിരി സ്ഥലത്ത് കൃഷി നടത്തി ഉപജീവനം നടത്തുന്നത്. പച്ചക്കറികൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം സൈക്കിളിൽ തുണിക്കച്ചവടവും ഇവർ നടത്തുന്നുണ്ട്. 2.5 വയസ്സുള്ള കുഞ്ഞിനോടൊപ്പം താമസിക്കുന്ന സുബൈദയ്ക്ക് പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്ന് എടത്തിരുത്തി 7ാം വാർഡ് അംഗം സാജിദ പറഞ്ഞു. ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ് ഡ്രൈവർ മരിക്കാനിടയായ സംഭവത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മുറ്റിച്ചൂർ മാത്തുത്തോട് സ്റ്റോപ്പ് പരിസരത്ത് വെച്ചാണ് ചൊവ്വാഴ്ച രാത്രി തളിക്കുളം സ്വദേശി പൊന്നാക്കാരൻ വീട്ടിൽ 38 വയസ്സുള്ള നസീർ മരിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് അപകടം നടന്നതെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. റോഡ് റീടാറിംഗ് നടത്താൻ ഉത്തരവുണ്ടായിട്ടും കരാറുകാരന്റെ അനാസ്ഥ മൂലമാണ് റോഡ് പണി നടക്കാത്തതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. മരിച്ച നസീറിന്റെ കുടുംബത്തിന് കരാറുകാരൻ സഹായം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അന്തിക്കാട് SI BC ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉപരോധം പിൻവലിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശിവരാമൻ, റെക്സ് P നെൽസൺ, ശാന്ത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കിഴക്കേനടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ടാക്സി ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. പഴുന്നാന മുച്ചിൽ പറമ്പിൽ സതീശനാണ് മർദ്ദനമേറ്റത്. തമിഴ്നാട് തീർത്ഥാടക സംഘത്തിലെ 25ഓളം പേരാണ് മർദ്ദിച്ചതെന്ന് സതീഷ് പറഞ്ഞു. പരിക്കേറ്റ ഇയാളെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അക്രമം നടന്ന പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയം CPM നേതാക്കൾ സന്ദർശിച്ചു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി PR വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KK ശ്രീനിവാസൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് തുടങ്ങിയവരാണ് പള്ളി സന്ദർശിച്ചത്. വികാരി ഫാദർ പോൾ തേക്കാനത്തുമായി നേതാക്കൾ ചർച്ച നടത്തി. മാള ഫൊറോന പള്ളിയിലെ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി.
കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരുനാളിൽ നിന്ന് മിച്ചം വച്ച 2,70,000 രൂപയാണ് വിതരണം ചെയ്തത്. സഹായം ലഭിക്കുന്ന വിവിധ മതവിഭാഗത്തിലുള്ള കുടുംബങ്ങൾക്ക് കുടുംബ യൂണിറ്റുകൾ വഴിയാണ് ധനസഹായം വിതരണം ചെയ്തത്. വികാരി ഫാദർ ധനസഹായ വിതരണം നിർവഹിച്ചു. കേന്ദ്രസമിതി പ്രസിഡന്റ് ലിൻഡിഷ് ആൻഡോ അധ്യക്ഷനായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും പിന്നീട് വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തുവെന്ന പരാതിയിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. കുറുക്കൻപാറ സ്വദേശി ജിത്തുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിന്മേലാണ് നടപടി. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കാഞ്ഞാണി സെന്ററിൽ നിന്ന് 3 ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് മണലൂർ സത്രം ശിവക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാലക്കുമ്പ് എഴുന്നള്ളിപ്പ്, ഭജന, അന്നദാനം, അയ്യപ്പൻ പാട്ട് എന്നിവ ഭക്തിനിർഭരമായി. സന്നദ്ധ സംഘടനയായ നീഡ്സിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 1000 പേർക്ക് 50,000 രൂപ വീതം സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ് RCCയുമായി സഹകരിച്ച് നീഡ്സ് നടപ്പിലാക്കിയിട്ടുള്ളത്. വൈകിട്ട് 4:30 സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. നീഡ്സ് ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിക്കും. സിനിമാ താരം ഇന്നസെന്റ് മുഖ്യാതിഥിയായിരിക്കും. ഭാരവാഹികളായ ഗുലാം മുഹമ്മദ്, MN തമ്പാൻ, KP ദേവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, EMO റോഡ്, തൃശൂർ. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ്. Shades and style, latest high fashion, lowest price attraction. Kalyan Silks, Stars Collections. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. Excuse me. ഹലോ. ഇത് ഞാനാ. Who's with the patient? അച്ഛൻ. Okay. അച്ഛൻ ഒന്നുമില്ലേ? എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ച അച്ഛൻ എന്തായാലും വരുമെന്ന്. എത്തിയല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അച്ഛന്റെ മോള് തന്നെ. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. വാർത്തകളിലേക്ക്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പച്ചക്കറിത്തോട്ടം ഒരുങ്ങുന്നു. അന്തിക്കാട് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സഹായത്തോടെയാണ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വിവിധ ഇനം പച്ചക്കറി കൃഷി നടത്തുന്നത്. 50ഓളം വിദ്യാർത്ഥികളാണ് നിലമൊരുക്കുന്നതിനും മറ്റുമായി സ്റ്റേഷനിലെത്തിയത്. അഡീഷണൽ SI KA മൻസൂർ, സ്റ്റേഷൻ റൈറ്റർ സുരേഷ്, CPO സോണി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കൃഷി ചെയ്യുന്നത്. വീടുപണിക്കായി സൂക്ഷിച്ചിരുന്ന വാതിലുകളും ജനലുകളും കത്തിച്ച നിലയിൽ കണ്ടെത്തി. മാള വട്ടക്കോട്ടമംഗലത്ത് മണിക്കുട്ടന്റെ വീട്ടിലാണ് സംഭവം. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വീടിന് പുറകിൽ സൂക്ഷിച്ചിരുന്ന വാതിലുകളും ജനലുകളുമാണ് തീ വച്ച നിലയിൽ കണ്ടെത്തിയത്. മാള പോലീസിൽ പരാതി നൽകി.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ദർശന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 4, 5 തീയതികളിലാണ് തിരുനാൾ. ശനിയാഴ്ച വൈകിട്ട് 6-ന് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ, വെടിക്കെട്ട് എന്നിവ നടക്കും. തിരുനാൾ ദിവസമായ 5-ന് രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സനോജ് അറങ്ങാശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ അനീഷ് നെല്ലിക്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ഷോൺസൺ അക്കാമറ്റത്തിൽ, പ്രസുദേന്തി TK ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല ഗോതുരുത്ത് പാലത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പോത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. കഴുത്തിൽ MLA, മന്ത്രി എന്നിങ്ങനെ പ്ലക്കാർഡ് കെട്ടിത്തൂക്കിയ പോത്ത് പാലത്തിന് പുറകെ കെട്ടിയ പുൽ റിബൺ കടിച്ചു നിന്നാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഉദ്ഘാടകനും സംഘവും പാലം കടന്നു. BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് പോണത്ത് ബാബു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. PB ശ്രീകുമാർ, സുജിത് മംഗലത്ത്, അജേഷ് കക്കറപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. രാവിലെ 5-നാണ് 4ാം മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായത്. പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിൽ 11 വെള്ളി കുംഭങ്ങളിൽ 11 ദ്രവ്യങ്ങൾ നിറച്ച് 11 വേദജ്ഞർ ശ്രീരുദ്രമന്ത്രം ജപിച്ച കലശം ഗുരുവായൂർ ക്ഷേത്രം മോദിക്കൻ മൂന്നൂലം ഹരി നമ്പൂതിരി അഭിഷേകം ചെയ്തു. 11ാമത്തെ ദിവസം വസോർധാരയോടെയാണ് മഹാരുദ്രയജ്ഞം സമാപിക്കുക. മഹാരുദ്രയജ്ഞത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക കലാപരിപാടികൾക്ക് നടരാജ മണ്ഡപത്തിൽ തുടക്കമായി. കലാപരിപാടികൾ മൂന്നൂലം ഹരി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി നെല്ലുവായിൽ പുതുവർഷാഘോഷം നടക്കുന്നതിനിടയിൽ യുവാവിന് പൊള്ളലേറ്റു. JCB ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന മണ്ണാർക്കാട് സ്വദേശി രാജേഷിനാണ് പൊള്ളലേറ്റത്. ചൊവ്വാഴ്ച രാത്രിയിൽ മുല്ലയ്ക്കൽ ക്ഷേത്ര മൈതാനത്ത് തീ കത്തിച്ച് ഡാൻസ് ചെയ്യുന്നതിനിടയിൽ കാൽ വഴുതി തീക്കുണ്ടത്തിലേക്ക് വീഴുകയായിരുന്നു. കൈകാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ രാജേഷിനെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ വീണ്ടും രാഷ്ട്രീയ അക്രമത്തിന് സാധ്യതയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമീപ ദിവസങ്ങളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറാനിടയുണ്ടെന്നും അതിന്റെ തുടർച്ചയായി തീരമേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുക്കുമെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മുന്നറിയിപ്പ്. പുതുവർഷത്തോടനുബന്ധിച്ച് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രലിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. വികാരി ഫാദർ ജോസഫ് തോലത്ത്, സഹവികാരി ഫാദർ VM ഷാമുവേൽ എന്നിവരാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയത്. ഇടവകയിലെ 30-ലേറെ കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. പങ്കെടുത്ത കുട്ടികൾക്ക് മെമന്റോയും മധുരവും നൽകി. ട്രസ്റ്റി MK താരുക്കുട്ടി, സെക്രട്ടറി അജി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട അയ്യങ്കാവ് മൈതാനവും പൊതുവഴിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച പ്രതിഷേധ കൂട്ടായ്മയും ഒപ്പുശേഖരണവും സംഘടിപ്പിക്കുമെന്ന് CPI നേതാക്കൾ ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു. അയ്യങ്കാവ് മൈതാനത്തോട് ചേർന്നുള്ള പൊതുവഴി മുനിസിപ്പൽ കോമ്പൗണ്ടിന്റെ ഭാഗമാക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. വൈകിട്ട് 5-ന് അയ്യങ്കാവ് മൈതാനത്തിന് സമീപം നടക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി PK സുധീഷ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ടൗൺ ഹാളിന് പത്മശ്രീ അമ്മന്നൂർ മാധവ ചാക്യാരുടെ പേര് നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് PT ജോബി, AT വർഗീസ്, MC രമണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂരിൽ സംഘടിപ്പിച്ച നാദബ്രഹ്മോത്സവവും സമാദരണ സദസ്സും ശ്രദ്ധേയമായി. MT, നടൻ മധു, തിരുവിഴ ജയശങ്കർ എന്നിവരെ സുവർണമുദ്ര നൽകി ആദരിച്ചു. എടമുട്ടം പാലപ്പെട്ടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മാലിങ്കര എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് അരിയങ്ങാടിയിലെ മത്സ്യക്കച്ചവടം നഗരസഭയും പോലീസും ചേർന്ന് തടഞ്ഞു. നഗരം ചീഞ്ഞു നാറുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി. ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയുടെ പിഞ്ചുകുഞ്ഞ് മരിച്ചു. കാഞ്ഞിരശ്ശേരി മഞ്ജുനാഥന്റെ മകൻ പ്രണവാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. കൊരട്ടി കോന്നൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ വെട്ടേറ്റ് മരിച്ചു. കൊരട്ടി സ്വദേശി ആൻഡ്രൂസ് ആണ് വെട്ടേറ്റ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കസ്റ്റഡിയിൽ. ഗ്രാമവാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.